അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇത് അമേരിക്കയിലും കൂടിയും ഇത്രയും കൂലി ഉണ്ടാവൂലല്ലോ എന്ന് പറഞ്ഞു അത് അത്രയാണ് അതിന്റെ കൂലി. മമ്മൂട്ടിയാക്ക നമ്മളിപ്പോ ഈ കടപ്പ നമ്മൾ തുടങ്ങിയിട്ട് 2012 മുതലാണ് നമ്മൾ തുടങ്ങണത്. 2012 മുതല് അപ്പോ നമ്മളിപ്പോ ഇന്നിപ്പോ 2025 13 കൊല്ലായി, 13 വർഷമായിട്ടുണ്ട്. അപ്പൊ 13 വർഷമായിട്ടുള്ള നിങ്ങളെ കഥയാണ് നമുക്ക് അറിയേണ്ടത്. എങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്? 13 വർഷമായിട്ട് ഞാൻ ഒരു സമയത്ത് ഒരു ഇൻഡസ്ട്രിയിൽ ഒരാളെ വിളിച്ചു ആദ്യമായിട്ട്. അപ്പോൾ 1.5 മണിക്കൂർ നേരം പണിയെടുത്തിട്ട് ആളെന്റെ 6000 രൂപ കൂലി വാങ്ങി. 1.5 മണിക്കൂർ പണിയെടുത്തു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇത് അമേരിക്കയിലും കൂടിയും ഇത്രയും കൂലി ഉണ്ടാവൂലല്ലോ എന്ന് പറഞ്ഞു അത് അത്രയാണ് അതിന്റെ കൂലി പറഞ്ഞു. അതിൽ ഞാൻ അപ്പളേ പറഞ്ഞു അവരോട്, ഞാൻ ഗൾഫ് റിട്ടേൺ ആയിട്ട് വന്ന ആളാണല്ലോ, പറഞ്ഞു ആ ലെവലിലുള്ള ഒരു കൂലി വാങ്ങുന്നത് അനീതിയാണ് എന്ന് പറഞ്ഞിട്ട് അതിന് ബദലായിട്ട് ചെറുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. ഇന്നിപ്പോ നമ്മള് പിന്നെ കേരളം, തമിഴ്നാട്, കർണാടക 3 സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചു. അപ്പൊ അത് തുടങ്ങിയത് എന്താണ്, എന്തിന്റെ ലക്ഷ്യമാണ്, ഈ ഒരാൾക്ക് ഈ സേവനം കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ ഏറ്റവും കുറഞ്ഞ ലെവലില് കുറഞ്ഞ പൈസക്ക് ആൾക്കാർക്ക് സാധനം കിട്ടുക. ഈ വാങ്ങുന്ന ആൾക്കാർ കസ്റ്റമർ എന്നും സംതൃപ്തിയാകുക. അവർ എവിടെ ചോദിച്ചാലും നമ്മൾ അവരെ വഞ്ചിച്ചിട്ടില്ല, അവരെ നമ്മൾ പരാജയപ്പെടുത്തിയിട്ടില്ല, കാശ് ഏറെ വാങ്ങിയിട്ടില്ല എന്നുള്ള ഒരു ഇത് ഒരിക്കൽ വരുത്തണം. കസ്റ്റമർ ഫസ്റ്റ് എന്നുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ എപ്പോഴും ഒരൊപ്പം നിന്നിട്ട് കസ്റ്റമറെ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ ചിന്തിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ്, അപ്പൊ നമ്മളൊരു മിതമായ റേറ്റിന് ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയും. ലാഭത്തിലപ്പുറം ഒരു കസ്റ്റമർ സർവീസ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ബിസിനസ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതായത് നമ്മൾ ഓരോ കസ്റ്റമറും നമ്മൾ ഒരു ബ്രാൻഡ് അംബാസഡറും കൂടിയാണ്. ആ ബ്രാൻഡ് അംബാസഡർ ആണെങ്കിൽ എന്ത് വേണം, നമ്മൾ ഈ കൊടുക്കുന്ന സാധനം അവർക്ക് 100% അവർ സംതൃപ്തിയാവണം. സംതൃപ്തിയായ മാത്രം പോരാ, അത് എവിടെയും അഫോർഡബിൾ പ്രൈസ് ആകണം. അതായത് ഏറ്റവും കുറഞ്ഞ വിലക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം കിട്ടിയെന്ന് അവർക്ക് 100% അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. പിന്നെ അവരെന്നെ ബ്രാൻഡ് അംബാസഡർ ആവും. അറിയാതെ നമ്മൾ ബ്രാൻഡ് അംബാസഡർമാരാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവർ പോലും അറിയാതെ നമ്മളെ ബ്രാൻഡ് അംബാസഡർമാരാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ഗ്രാമത്തിലേക്കും ഒരു സ്ഥലത്തേക്ക് നമ്മൾ സാധനം എത്തിക്കഴിഞ്ഞാൽ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം, ഒരു സ്ഥലത്ത് ഒരു വീട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ധാരാളം വീടുകൾ വരും. ഒരു കസ്റ്റമർ, അതായത് ഒരു കമ്പനിക്കാരൻ, ഒരു കച്ചവടക്കാരന് ഒരു കസ്റ്റമറോട് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ഒരു പരിധിയുണ്ട്. നേരെ ഒരു അയൽവാസിനോട് പറയണേ നീ അവിടെ പോയി വാങ്ങിക്കോ, എവിടെയും ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ ആ അയൽവാസിക്ക് അതിൽ അപ്പീലില്ല, നേരെ നമ്മളടുത്ത് വരും. ആ ഒരൊറ്റ ട്രെൻഡാണ് സ്വീകരിക്കുന്നത്.